സംസാരിക്കുമായിരുന്നു. നമ്മുടെ കുറച്ചേറെ ആൾക്കാർ ബ്രാഞ്ചിൽ നിന്ന് ജോയിൻഡ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള റിമൈനിങ് ആൾക്കാർ ഡിജിറ്റലി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം സാറിന്റെ ആ റിമൈനിങ് ഒരു 20 മിനിറ്റ്സ് എങ്ങനെ ആ ഫൈനൽ പ്രിപ്പറേഷനോട് കൂടി എക്സിസ്റ്റിംഗ് കസ്റ്റമറിലും നമ്മുടെ പുതിയ കസ്റ്റമറിലേക്കും പോയി ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന മന്താക്കി മാറ്റണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സാറിന്റെ വാക്കുകൾക്ക് കാതോർക്കാൻ നമുക്ക് എല്ലാവർക്കും സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. Thank you, Anupam. So thank you very much, Shine. Sorry, ഞാനൊരു 10 മിനിറ്റ് ലേറ്റ് ആയി. ഞാൻ കാലത്തൊരു ചെറിയ കാര്യത്തിനായിട്ട് PNB പോകേണ്ടി വന്നു. PNB ഹെഡ് ഓഫീസ് ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 1 മണിക്കൂർ എടുക്കും. പക്ഷെ തിരിച്ചു വന്നപ്പോൾ കുറച്ച് സമയം കൂടി. പക്ഷെ അടുത്തൊരു 15-20 മിനിറ്റ് ഈ വാല്യൂ ഫണ്ട് എങ്ങനെയാണ് പിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പല പ്രാവശ്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും പിന്നെ അത് കഴിഞ്ഞിട്ട് 14-ാം തീയതി നിങ്ങൾ ബ്രാഞ്ചിൽ വന്നപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഇത് പിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന്റെ കൂടെ തന്നെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ്, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചില ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം, അതെല്ലാം ഞങ്ങൾക്ക് മാറ്റിത്തരാം. ആദ്യത്തെ ഒരു പോയിന്റ്, നമ്മൾ കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതും നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയേണ്ടതുമായിട്ട് ഒരു കാര്യം ഞാൻ ബ്രോഡ്ലി നിങ്ങളോട് പറയാം. നമുക്കൊരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ടിപ്പിക്കലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സെൽഫ് ട്രീറ്റ്മെന്റ് നോക്കും, അല്ലേ? സെൽഫ് ട്രീറ്റ്മെന്റ്. പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡോളോ കഴിക്കും. കോവിഡിന്റെ സമയത്ത് ഫേമസ് ആയ മരുന്നാണ് ഡോളോ 650. സോ പനി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോളോ 650 കഴിക്കുക എന്നുള്ളതാണ്, അല്ലെ? സെൽഫ് ട്രീറ്റ്മെന്റ്. അത് നല്ലതാണോ പൊട്ടയാണോ എന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെൽഫ് ട്രീറ്റ്മെന്റ് ശരിയാവും. രണ്ടാമത്തെ തരത്തെ ട്രീറ്റ്മെന്റ്, ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തൊണ്ടവേദനയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മള് കെമിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് മരുന്ന് മേടിക്കും. നമ്മൾ അവരോട് ചോദിക്കും തൊണ്ടവേദന ഉണ്ട്, എന്ത് മരുന്നാണ് കഴിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും തൊണ്ടവേദനയാണോ, അങ്ങനെയാണെങ്കിൽ അസിത്രോമൈസിൻ കഴിക്കാൻ പറയും. 3 നേരം അല്ലെങ്കിൽ 2 നേരം അസിത്രോമൈസിൻ 3 ദിവസം കഴിച്ചാൽ മാറുന്നു പറയും. അപ്പൊ നമ്മൾ അസിത്രോമൈസിൻ കൊണ്ടുവരും, അതങ്ങോട്ട് കഴിക്കും. നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണോ റൈറ്റ് ആയിട്ടുള്ള കാര്യം? ഇതാണോ ശരിക്കും ചെയ്യേണ്ട കാര്യം? സെൽഫ് ട്രീറ്റ്മെന്റ് ആണോ, നമുക്ക് അസുഖം അറിയാതെ തന്നെ ട്രീറ്റ് ചെയ്യണതാണോ ശരി? അതോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ജനറൽ ആയിട്ട് ആൾക്കാർ മേടിക്കുന്ന ഈ അസുഖത്തിനുള്ള മരുന്ന് മേടിക്കുന്നതാണോ ശരി? അതോ മൂന്നാമത്തെ വല്ല ഓപ്ഷൻ ഉണ്ടോ? ഏറ്റവും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അസുഖം കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കും. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കും. അപ്പൊ നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പറയേണ്ട കാര്യം സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ യൂലിപ്പിലെ ഇൻവെസ്റ്റ്മെന്റോ സെൽഫ് ട്രീറ്റ്മെന്റ് അല്ല ചെയ്യേണ്ടത്. നമ്മൾ തന്നെ ഒരു വാട്സപ്പിൽ കൂടെ ഒരു ടിപ്പ് കിട്ടി, ആ ടിപ്പുള്ള ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അത് സെൽഫ് ട്രീറ്റ്മെന്റ് പോലെ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, അല്ലെ? മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് കഴിക്കുന്ന പോലെയാണ്. നമ്മള് ആരോ ഒരു മ്യൂച്വൽ ഫണ്ട് ഏജന്റ് വന്ന് പറഞ്ഞു ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നല്ല മ്യൂച്വൽ ഫണ്ട് ആണെന്ന് പറയുമ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് ഫ്രം മെഡിക്കൽ ഷോപ്പ് എന്നാണ്. ഒരു മെഡിക്കൽ ഷോപ്പിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോലെയാണ്. മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് ആണ് ഈ ട്രീറ്റ്മെന്റ് സോറി എനിക്ക് കാണാൻ ഇപ്പം കാണാം. ഫുൾ സ്ക്രീൻ വന്നായിരുന്നു സാറേ. ഫുൾ സ്ക്രീൻ വന്നും പോയി, ഇപ്പം പോയി. ഇപ്പൊ ഇടയ്ക്ക് ഓക്കെ, ഞാനത് മാറ്റിയതാണ്. നിങ്ങൾക്ക് ഇപ്പൊ കാണാനുണ്ടോന്ന് പറയുന്നു? ഇപ്പൊ സാറിനെ കാണാം. സ്ക്രീൻ ഷെയറിംഗ് കൂടെ ഒന്ന് വന്നാൽ മതി സാർ. സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷൈൻ അല്ലാതെ വേറെ ആരെങ്കിലും കൺഫേം ചെയ്യാൻ പറ്റുമോ, കാണാൻ പറ്റുണ്ടോ എന്നുള്ളത്? സന്ദീപ് സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് കൺഫേം ചെയ്യും. അതെയോ? സ്ക്രീൻ ഷെയർ ഒരു മിനിറ്റ് ഒന്നുകൂടെ നോക്കാം. ഇപ്പൊ കാണണ്ടോ സ്ക്രീൻ? സ്ക്രീൻ സൈഡിലാണ് സാറേ. ഫുൾ സ്ക്രീൻ മെയിൻ സ്ക്രീനിലേക്ക് വന്നില്ല. എനിക്ക് അറിയില്ല. ആശിഷിനെ വിളിക്കും ഒരു മിനിറ്റ്. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്ന ആശിഷിനെ ഒന്ന് വിളിച്ചിട്ട് എന്റെ ക്യാബിലേക്ക് വരാൻ പറയും. പക്ഷേ ഞാനത് വയ്ക്കും. ഞാൻ പറയാം നിങ്ങളോട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലാണ്ട് പോവാം. അപ്പൊ നമ്മൾ 3 തരത്തിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. ഒന്നാമത്തത് നമ്മൾ സെൽഫ് ട്രീറ്റ്മെന്റ്, രണ്ടാമത്തത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മെഡിക്കൽ ഷോപ്പിന്റെ ആളിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നു,
മൂന്നാമത്തെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്നാണ് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയി കാണുന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ബാങ്കിൽ പോയപ്പോൾ ബാങ്കിന്റെ FD എടുക്കാൻ പറഞ്ഞു, FD എടുത്തു. അത് സെൽഫ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കെമിസ്റ്റ് പറയുന്ന പോലെയാണ്. ഇപ്പൊ കസ്റ്റമറോട് നിങ്ങൾ ആദ്യം പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഒരു ലോങ് ടേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മളൊരു ഡോക്ടറിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പോലെ പഠിച്ച് അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരിൽ കൂടിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വാല്യൂഡ് പാർട്ട്ണർ ഓഫ് PNB MetLife സാറിന് ഫുൾ ആയിട്ട് ഇത് മനസ്സിലാക്കി തരണേ എന്നുള്ളതാണ് നിങ്ങൾ പറയണത്. ഈ मेरे स्क्रीन शेयर में फुल स्क्रीन नहीं दिख रहा है, पता नहीं क्या करें, साइड में आ रहा है, क्या करना है इधर 1 2 2 शेयर किया नहीं हुआ। हाँ किया नहीं है मैंने अभी कर लिया। अभी क्या करना है, ये भी आ गया। ओके ये भी 2 बार आ गया। ഒരു മിനിറ്റ് ഷൈൻ, ഓക്കെ ലോങ് ജി ഷൈൻ വന്നോ നിങ്ങൾക്ക് സ്ക്രീനില്? സ്ക്രീൻ ഉണ്ട് സാർ, സൈഡിലാണ് സ്ക്രീൻ കാണിക്കുന്നത്, മെയിൻ ഫുൾ ഇതിലേക്ക് വന്നിട്ടില്ല സാർ. സ്ലൈഡ് ഷെയറിംഗ് വരുന്നുണ്ട്, ഫോട്ടോ ക്ലിയർ ആണ്. ഓക്കെ നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം, ആശിഷ് അത് സ്ക്രീനിലേക്ക് മാറ്റിക്കോളും. ആശിഷിന്റെ ഇവിടെ. അപ്പൊ നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പറയേണ്ടത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് ഒരു എക്സ്പേർട്ടായ ഡോക്ടർ തരുന്ന അഡ്വൈസ് പോലത്തെ അഡ്വൈസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നാണ് കസ്റ്റമേഴ്സിനോട് പറയേണ്ടത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ഈ സ്ലൈഡ് നിങ്ങൾ കണ്ട സ്ലൈഡാണ്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ വരെയാക്കി കാണാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, സച്ചിൻ തെണ്ടുൽക്കറിന്റെയും കാംബ്ലിയുടെ എക്സാമ്പിൾ. കുട്ടിക്കാലത്ത് കൂടുതൽ സ്കോർ ചെയ്തത് കാംബ്ലിയാണ്. കുട്ടിക്കാലത്ത് സ്കൂൾ ക്രിക്കറ്റിൽ 349 റൺസ് എടുത്തത് കാംബ്ലിയാണ്. സച്ചിന്റെ സ്കോർ 326 റൺസ് ആയിരുന്നു. അതിനുശേഷം രണ്ടുപേരും സ്കൂളിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ചപ്പോ ആദ്യത്തെ 10 ടെസ്റ്റ് ടൂർണമെന്റില് സച്ചിൻ തെണ്ടുൽക്കറിന്റെ ആവറേജ് 60 റൺസും വിനോദ് കാംബ്ലിയുടെ ആവറേജ് 100 റൺസും ആയിരുന്നു. അതിൽ തന്നെ 2 ഡബിൾ സെഞ്ചുറിയാണ് പുള്ളി സ്കോർ ചെയ്തത്. കോച്ചിന്റെ വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നല്ല ഫോക്കസ്ഡ് ആണ്, പങ്ക്ച്വൽ ആണ്, മറ്റാൾ നാച്ചുറലി ടാലന്റ് ആണ്. ബോളറിന്റെ കയ്യിൽ നിന്ന് വീഴുമ്പോ തന്നെ പുള്ളി അടിക്കുന്ന ആളാണ്. പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എവിടെയാണ് കുത്തുക, എവിടെയാണ് അടിക്കേണ്ടത്. നാച്ചുറലി ടാലന്റ് ആയിട്ടുള്ള ആളാണ്. ഈ ഒരു സ്ക്രീൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക, ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കാംബ്ലിയാണ്, നാച്ചുറലി ടാലന്റഡ് ആണ്, സ്കൂളിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തതാണ്, 100-ൽ കൂടുതൽ റൺസിന്റെ ആവറേജ് ആയിരുന്നു 10 ടെസ്റ്റിൽ എന്നാണ് നമുക്ക് തോന്നുക. പക്ഷെ ഇവൻച്വലി നമ്മുടെ ഒരു 25 കൊല്ലത്തിന് ശേഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആദ്യത്തെ കുട്ടി സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഈ സച്ചിൻ തെണ്ടുൽക്കർ ഇന്ത്യക്ക് വേണ്ടി 24 കൊല്ലം കളിച്ചു, 200 ടെസ്റ്റും കളിച്ചു. കാംബ്ലി ആണെങ്കിലോ 5 കൊല്ലം മാത്രമേ ഇന്ത്യക്ക് വേണ്ടി കളിച്ചുള്ളൂ, 17 ടെസ്റ്റ് മാത്രമേ കളിച്ചുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലെയറിന്റെ ക്യാരക്ടറിസ്റ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൺസ് സ്കോർ ചെയ്യൽ മാത്രമല്ല, എത്ര ഫോക്കസ്ഡ് ആണ്, എത്ര പങ്ക്ച്വൽ ആണ്, എത്ര ഡിസിപ്ലിൻഡ് ആണ്, എത്രത്തോളം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി ലോങ് ടേം പ്ലെയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് സച്ചിൻ തെണ്ടുൽക്കറിലാണുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു എക്സാമ്പിളും കൂടി കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ഡയമണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡയമണ്ട് നിങ്ങൾക്ക് അറിയാം, ഈ ഡയമണ്ട് ഒറിജിനൽ ഡയമണ്ട് ആണ്. റൈറ്റ് സൈഡിലുള്ള ഡയമണ്ട് ലാബ് ഗ്രോൺ എന്ന് പറഞ്ഞ ഡയമണ്ട് ആണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കേരളത്തില് നമ്മൾ സ്വർണം വിൽക്കാൻ പോകുമ്പോൾ മുക്ക് പണ്ടവും ഒറിജിനൽ സ്വർണ്ണമുണ്ട്, രണ്ടും ഉണ്ട്. അത് നമുക്ക് കണ്ടാൽ അറിയില്ല അല്ലെ. ചില മുക്ക് പണ്ടവും ഈ എന്താ പറയാ 1 ഗ്രാം ഗോൾഡ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും അതാണ് കൂടുതൽ ഒറിജിനൽ എന്നുള്ളത്. അത് നമുക്കറിയാൻ പറ്റില്ല ഒറിജിനൽ എന്താന്നുള്ളത്. പക്ഷെ അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാണ് അത് ഒറിജിനൽ ആയിട്ടുള്ള ഗോൾഡ് ആണോ അതോ മുക്കുവണ്ടാണോ എന്നുള്ളത് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ശരിക്കുള്ള ഡയമണ്ട് ആണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് ആണോ എന്നുള്ളത് ആ ലെൻസ് വെച്ചിട്ട് എക്സ്പേർട്ട് നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അതിനെയാണ് ഈ എന്താ പറയാ കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടെ 7622 ഷെയർസ് ഉണ്ട്. ഈ ഷെയർസിൽ ഏതാണ് മുക്കുബണ്ട്, ഏതാണ് ഗോൾഡ്, റിയൽ ഗോൾഡ്, അല്ലെങ്കിൽ ഏതാണ് സച്ചിൻ തെണ്ടുൽക്കർ, ഏതാണ് കാംബ്ലി,
അല്ലെങ്കിൽ ഏതാണ് ഡയമണ്ട്, ഒറിജിനൽ ഡയമണ്ട്, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല അത്, അല്ലെ? അതിന് വളരെ നല്ല പഠിപ്പുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ വേണം ചെയ്യണത്, റൈറ്റ്? അതിനെയാണ് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ കൊണ്ട് നമ്മുടെ ഷെയർസ് സെലക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേമിൽ നല്ല പ്രോഫിറ്റ് കിട്ടും. ആ ഒരു ഇതിനെയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ കുറെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിലും യുലിപ്പിലും രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് ഉണ്ട്. രണ്ടിൽ ഏതാണ് നല്ലത്? രണ്ടും നല്ലതാണ്. ഒന്ന് വാല്യൂ ഇൻവെസ്റ്റിംഗ്, ഒന്ന് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ്. ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഷെയർ ആണോ നന്നായിട്ട് ഓടുന്നത്, റൈറ്റ്? നിഫ്റ്റി 500, മൊമെന്റം 50, ഏത് ഷെയർ ആണോ നന്നായിട്ട് ഓടുന്നത്, എന്തെങ്കിലും റീസൺ ഉണ്ടാവാൻ ഷെയർ ഓടാനായിട്ട്, ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. രണ്ടാമത്തെ ഇൻവെസ്റ്റിംഗിന്റെ കോൺസെപ്റ്റ് എന്താണ്? വാല്യൂ ഇൻവെസ്റ്റിംഗ്. സച്ചിൻ തെണ്ടുൽക്കറെ റൈറ്റ് മുമ്പ് തന്നെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഗോൾഡിനെ മുമ്പ് തന്നെ കണ്ടുപിടിക്കുക, ആ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത് ലോങ് ടേമില് പതുക്കെ കയറി അത് നല്ല ഗ്രോത്ത് ആവും. അതാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. വേൾഡിലെ ഏറ്റവും വലിയ എന്താ പറയുക ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാരൻ ബഫറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റിൽ കൂടിയാണ് എല്ലാ ഇൻവെസ്റ്റ്മെന്റും ചെയ്തിരുന്നത്. കൊക്കക്കോള പോലത്തെ വലിയൊരു കമ്പനി 1988 പുള്ളി അതിന്റെ ഷെയർ മേടിച്ചു. ആ സമയത്ത് കൊക്കക്കോള വളരെ കുറവ് ആൾക്കാരെ കുടിക്കണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുള്ളിക്ക് മനസ്സിലായി ഇതിന്റെ ലീഡർഷിപ്പ് നല്ലതാണ്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്, ഈ ബിസിനസ്സിന് നല്ല ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുമുള്ള ഈ 7622 ഷെയറിൽ നിന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന കുട്ടിയല്ല, റൈറ്റ്? അതാണ് നിഫ്റ്റി 500, മൊമെന്റം 50 എന്ന് പറഞ്ഞ എക്സാമ്പിൾ. ഇതെന്താണ്? വാല്യൂ, റൈറ്റ്? ലോങ് ടേമില് നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാവുന്ന, റൈറ്റ്, വളരെ സ്റ്റേബിൾ ആയിട്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ നമ്മുടെ ഈ ഡേറ്റ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാല്യൂ 50യുടെ നിഫ്റ്റിയുടെ വാല്യൂ 500, നിഫ്റ്റി വാല്യൂ 50 ഫണ്ട് കഴിഞ്ഞ 5 കൊല്ലത്തെ റിട്ടേൺ 39.5% ആയിരുന്നു. നിഫ്റ്റി 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡെക്സ്, റൈറ്റ്? സ്റ്റോക്ക് മാർക്കറ്റ് ഇത്ര മുകളിലേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ച് സെൻസെക്സും നിഫ്റ്റിയുടെ ഗ്രോത്ത് ആണ് കാണിക്കുക. അപ്പൊ നിഫ്റ്റിയുടെ ഗ്രോത്ത് 20.9% ആയിരുന്നുള്ള കഴിഞ്ഞ 5 കൊല്ലത്തില് നിഫ്റ്റി 500 വാല്യൂ 50 ഗ്രോ ചെയ്തത് 39.5%. അപ്പൊ ഈ ഒരു സ്ലൈഡ് കൊണ്ട് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോവാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല, ഈ വാല്യൂ 50യിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ഈ ഒരു സ്ലൈഡ് കാണിക്കുന്നുണ്ട്. 3 കൊല്ലത്തെ ലോങ് ടേമിന്റെ റിട്ടേൺസും 5 കൊല്ലത്തിന്റെ റിട്ടേൺസും നിഫ്റ്റിയെക്കാളും, അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും 2 ടൈംസിൽ കൂടുതൽ റിട്ടേൺസ് ആണ് ഈ നിഫ്റ്റി 500 വാല്യൂ 50 ഫണ്ട്സ് തന്നത്. അപ്പൊ ഈ ഒരു ഉറപ്പായിട്ടും കസ്റ്റമറോട് പറയും, സാറേ ഇത് കണ്ടാൽ തന്നെ അറിയാം ഡോക്ടറിനെ കൊണ്ട് ചികിത്സിപ്പിച്ചു കഴിഞ്ഞാൽ സാറിന് കിട്ടാവുന്ന ഗുണം ഈ 39.5 ആണ്. സെൽഫ് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പറയുന്ന പോലെ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ 20.9 ആയിരിക്കാം, അതിലും കുറവായിരിക്കാം. അതാണ് ഈ സ്ലൈഡ് എന്നുള്ള അർത്ഥം. ഇപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്തുണ്ടല്ലോ, കുറച്ച് ആൾക്കാർ നിങ്ങളോട് ചോദിക്കാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾറെഡി വളരെ ഹൈയിലാണല്ലോ, ഇനി മുകളിലേക്ക് പോകും. സെൻസെക്സ് 83,000 പോയിന്റിലാണ്, അല്ലെ? ഇത് ഓൾമോസ്റ്റ് ഹൈ, ഇന്ത്യയിലെ ഏറ്റവും വളരെ ഹൈയിലാണ് ഈ സെൻസെക്സ്. അപ്പൊ നിങ്ങളെങ്ങനെ കസ്റ്റമറോട് പറയുമ്പോഴല്ലോ, സാറേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെ മുകളിലേക്ക് പോകും, റൈറ്റ്? നമ്മുടെ റിട്ടേൺസ് ഇനിയും ഗ്രോ ചെയ്യുന്നു പറയുമ്പോൾ കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ശരിക്കും മുകളിലേക്ക് പോകുമെന്നുള്ളത്. അതിന് പറയാനുള്ള ഒരു നല്ലൊരു നമ്പർ ഞാൻ കാണിച്ചു തരാം, റൈറ്റ്? നമ്മുടെ എല്ലാവരും മനസ്സിലാക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ മാനേജേഴ്സ് ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് ഇത് വീണ്ടും നിങ്ങളുടെ ബ്രാഞ്ചിൽ സംസാരിക്കുന്നതിനെ കുറിച്ച്. ഇന്ത്യയില് 30 കോടി ആൾക്കാരുടെ കാർ ഉണ്ട്, റൈറ്റ്? 30 കോടി ആൾക്കാർ കാർ ഓണേഴ്സ് ആണ്. പക്ഷെ 5 കോടി ആൾക്കാരെ മ്യൂച്വൽ ഫണ്ട് ഓണേഴ്സ് ഉള്ളൂ. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ആകെ കൂടെ 5 കോടി ആൾക്കാരെ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയ, കാർ ഓടിക്കുന്ന ആള് ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെ? അല്ലെങ്കിൽ കാർ മേടിക്കാൻ പറ്റില്ല. അപ്പൊ കാർ മേടിക്കുന്ന ആള് 30 കോടി ആൾക്കാരുടെ കാറുണ്ട്, പക്ഷെ 5 കോടി ആൾക്കാരുടെ കയ്യിലെ മ്യൂച്വൽ ഫണ്ട് ഉള്ളൂ. അപ്പൊ നിങ്ങളിത് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 കോടി ആൾക്കാരിൽ നിന്ന് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് എത്രയാവാം? 30 കോടി ആവാം, അല്ലെ? ഫിനാൻഷ്യൽ ലിറ്ററസി കൂടുമ്പോൾ, എഡ്യൂക്കേഷൻ കൂടുമ്പോൾ നിങ്ങളെ പോലത്തെ ആൾക്കാര് വീണ്ടും മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് മ്യൂച്വൽ ഫണ്ടിലോ യുലിപ്പിലോ ഇൻവെസ്റ്റ്മെന്റ് കൂടി വരും. അപ്പൊ എന്താവും? ഡിമാൻഡ് കൂടും സ്റ്റോക്ക് മാർക്കറ്റ്. അതിന്റെ അർത്ഥം സ്റ്റോക്ക് മാർക്കറ്റ് ഇനിയും വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു കാര്യം കൂടെ. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഷെയർ
ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. ആ ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു കാരണം ഇതിൽ എഴുതിയിട്ടുണ്ട്. 30 കോടി ആൾക്കാരുടെ കയ്യിൽ കാർ ഉള്ളപ്പോൾ 5 കോടി ആൾക്കാരെ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ യൂലിപ്പിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. 5 കോടി. 25 കോടി ആൾക്കാർ ഇനി ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഓട്ടോമാറ്റിക്കലി സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോണേ. ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് പോവും, മുകളിലേക്ക് പോവും. നിങ്ങൾ പല ആൾക്കാർക്കുള്ള വരിയാണ്. കഴിഞ്ഞ ഓഗസ്റ്റില് നമ്മൾ ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നവംബറിൽ എന്താ പറയാ കൺസംഷൻ ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ 2 ഫണ്ടിന്റെയും NAV ഇപ്പോഴും ഓൾമോസ്റ്റ് 10ലാണ്. റൈറ്റ്, 10 NAV-യിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവും, അത് ശരിക്കുള്ള നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഫെബ്രുവരിയിൽ ഒരു ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഫണ്ടിന്റെ പേരാണ് നിഫ്റ്റി 500 മൊമെന്റം 50. ആ ഫണ്ട് 22% റിട്ടേൺ ആണ് 4 മാസം കൊണ്ട് തന്നേക്കണം. 4 മാസം കൊണ്ട്. അതിന്റെ അർത്ഥം 22 × 3 66% ആ ഫണ്ടിന്റെ ആനുവലൈസ്ഡ് റിട്ടേൺ. പക്ഷെ ആ ഫണ്ടിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ ഫണ്ട് ഇപ്പൊ വന്നു, നല്ല റിട്ടേൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ ഫണ്ടിനെ കുറിച്ച് പറയും. പക്ഷെ ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ടും കൺസംഷൻ ഫണ്ടും ഇപ്പോഴും 10 NAV-യിലാണ്. ഒരു കൊല്ലം ഓൾമോസ്റ്റ് കഴിയാറായി ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരു കൊല്ലത്തിന് ശേഷം 10 NAV ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തന്നെ മിഡ് ക്യാപ് ഫണ്ട്, നമ്മുടെ ഇപ്പൊ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത മിഡ് ക്യാപ് ഫണ്ട് ലോഞ്ച് ചെയ്തതിന് ശേഷം 1 മാസത്തിനുള്ളിൽ അത് 5.5% റിട്ടേൺ ആണ് തന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ റിട്ടേൺ കുറഞ്ഞിട്ട് 0.1% ആയിരുന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന്റെ റിട്ടേൺ ആകെ കൂടെ 5% ആയിരുന്നു. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന്റെ റിട്ടേൺ ആനുവലൈസ്ഡ് റിട്ടേൺ 31.4 ആയി. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 32.9 ആയി. 5 കൊല്ലം കഴിയുമ്പോൾ 36.9% റിട്ടേൺസ് ആണ് ആനുവലൈസ്ഡ്. ഇൻസെപ്ഷൻ തൊട്ട്, അതായത് 2018 തൊട്ട് 2025 വരെയുള്ള റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22.2% റിട്ടേൺ ആണ് ഈ മിഡ് ക്യാപ് ഫണ്ട് തന്നത്. ആ മിഡ് ക്യാപ് ഫണ്ട് ആദ്യത്തെ 6 മാസവും ആദ്യത്തെ 1 കൊല്ലവും ആദ്യത്തെ 1 മാസവും നല്ല റിട്ടേൺ തന്നിട്ടില്ല. റൈറ്റ്, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഏത് ലെവലിലാണ് നമ്മൾ എൻട്രി ചെയ്തതെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. റൈറ്റ്, നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു കോൺഫിഡൻസ് തരാം. ഞാൻ ആ ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ടിൽ 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, പക്ഷെ എനിക്ക് ഒട്ടും പേടിയില്ല. കാരണം ഞാൻ ഇന്ത്യയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്, വിശ്വാസമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൺസംഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡേറ്റ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മിഡ് ക്യാപ് ഫണ്ടിൽ 2018 ഒരാൾ 1 ലക്ഷം രൂപ നമ്മുടെ യൂലിപ്പിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ 4.3 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. ഒന്ന് ആലോചിക്കുക, ആള് 1 കൊല്ലത്തിന് ശേഷം പേടിച്ചിട്ട് റിന്യൂവൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഫണ്ട് മാറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ ആകെ കൂടെ 5% റിട്ടേൺസ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ആ ഒരു സെയിം സാധനം 4.3 ലക്ഷം രൂപയാണ് ഈ മിഡ് ക്യാപ് ഫണ്ടിൽ കൂടെ കിട്ടിയേക്കുന്നത്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. അതിനെക്കുറിച്ച് നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. ഞാൻ തന്നെയാണ് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ എവിടെയും ഓടിപ്പോയിട്ടില്ല. എന്റെ ഫണ്ട് ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് ചെയ്തിട്ടില്ല, സ്വിച്ചിങ്ങും ചെയ്തിട്ടില്ല. മാനുഫാക്ചറിംഗ് എനിക്ക് വിശ്വാസമുണ്ട്, കൺസംഷനിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിഫ്റ്റി 500 മൊമെന്റം 50-ലും പൈസ ഇട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ആ ഗ്രോത്ത് കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണോ? അല്ല. റൈറ്റ്, ആ ഗ്രോത്തും എനിക്കറിയാം ഓവർ എ പീരീഡ് ഓഫ് ടൈം 60% റിട്ടേൺ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു 20% റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു നല്ല കാര്യമാണ്. അപ്പൊ അതാണ് നമ്മൾക്ക് കസ്റ്റമറോട് പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വറി ചെയ്യേണ്ട. ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ടിൽ ഇട്ട പൈസ നിങ്ങൾ റിന്യൂവൽ കളക്ട് ചെയ്യുക. റൈറ്റ്, എല്ലാ കൊല്ലവും കളക്ട് ചെയ്യുക. അപ്പോഴാണ് കസ്റ്റമറിന് ഏറ്റവും ബെസ്റ്റ് റിട്ടേൺസ് കിട്ടുക. റൈറ്റ്, ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പുഴ, നമ്മുടെ പെരിയാറോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പുഴകളും ചെന്ന് തീരുന്നത് അറബിക്കടലിലാണ്, അല്ലെ? അറബിക്കടലിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. റിവറിന്റെ വെള്ളം അറബിക്കടലിന് വേണ്ട. വെള്ളം ആർക്കാണ് ആവശ്യം? വെള്ളം ആവശ്യമുള്ളത് ഡെസേർട്ടിനാണ്, മരുഭൂമിക്കാണ് വെള്ളം ആവശ്യമുള്ളത്. പക്ഷെ ഈ റിവർ പെരിയാറ് ഒരു ഡെസേർട്ടിലേക്ക് അല്ല പോകുന്നത്. അല്ലെങ്കിൽ ഏത് റിവറും, ഇന്ത്യയിലെ ഏത് റിവറും ഡെസേർട്ടിൽ വെള്ളം കൊടുക്കാനല്ല പോകുന്നത്. അത് വെള്ളം ഇഷ്ടം പോലെയുള്ള ഓഷ്യനിലേക്കാണ് പോകുന്നത്. ഇതാണ് ലോ ഓഫ് നേച്ചർ. നേച്ചറിന്റെ ലോ ഇതാണ്. ആരുടെ കയ്യിലാണോ കൂടുതൽ അബണ്ടൻസ്, ആരുടെ കയ്യിലാണോ കൂടുതൽ സക്സസ്, ആരുടെ കയ്യിലാണോ കൂടുതൽ പൈസ, അവരിലേക്കാണ് കൂടുതൽ പൈസയും കൂടുതൽ സക്സസും വന്നുകൊണ്ടിരിക്കാൻ പോണത്. അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഒരു 15 ദിവസം
നിങ്ങൾ ഒരു അബൻഡൻസും നിങ്ങളൊരു സക്സസിനെ കുറിച്ചും നിങ്ങൾ പൈസയെ കുറിച്ചും നിങ്ങൾ കൂടുതൽ കോൾസിനെ കുറിച്ചും നിങ്ങൾ പോസിറ്റിവിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാല്യൂ ഫണ്ട് കിട്ടും. അത് ചെയ്ത് നിങ്ങൾ എല്ലാം സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ പറ്റും. അതല്ലാതെ നെഗറ്റീവ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരുഭൂമിയായിട്ടിരിക്കും, നിങ്ങളിലേക്ക് ഒട്ടും വെള്ളം തിരിച്ചെത്തില്ല. Right, so this is what I wanted to share. Shine, back to you, and thank you very much for inviting me, Shine. Thank you so much, sir. I think എനിക്കറിയാം സാർ അത്രയ്ക്ക് തിരക്കാണ്. സോ അടുത്ത കോൾ ഓൾറെഡി 12:30 സ്റ്റാർട്ട് ചെയ്താണ്. എന്നിട്ടും സാറ് ഇത്രയും നമ്മുടെ റിക്വസ്റ്റ് പ്രമാണിച്ചു വന്നു, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു, അതും വളരെ ക്ലിയർ ആക്കിയതിന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഡെഫിനറ്റ്ലി ഇവർ ഓരോരുത്തരും അതിനകത്ത് കൺവീൻസ്ഡ് ആണ്. ബിക്കോസ് ഈ ഫണ്ട് നമ്മൾ ലോഞ്ച് ചെയ്ത് െങ്കിലും സാർ ഇപ്പൊ ഇതിനകത്ത് 3 കാര്യങ്ങൾ, എസ്പെഷ്യലി ലാസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ മിഡ് ക്യാപ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള പെർഫോമൻസ്, ആ പെർഫോമൻസ് അത് തന്നെയാണ് റിയൽ എക്സാമ്പിൾ. സോ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ആദ്യത്തെ 2 FNFOയുടെ ഫണ്ട് ഇപ്പം 10 എബോവ് വലുതായിട്ട് വന്നില്ലെങ്കിലും അത് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഞാനിപ്പോ സാറ് പറയുമ്പോൾ പാരലി നോക്കുമ്പോൾ അതും ഇതുപോലെ തന്നെയായിരുന്നു. 10 രൂപയ്ക്ക് തുടങ്ങിയത് ആദ്യം മൈനസ് കാണിച്ചെങ്കിലും അത് തിരിച്ച് പോസിറ്റീവായിട്ട് വന്നു. അതിപ്പം ബിക്കം ഇൻഡസ്ട്രി ബെസ്റ്റ് ആയി. സോ നമുക്ക് അങ്ങനത്തെ ഒരു ടീം ഉള്ളത് കൊണ്ടാണല്ലോ സാർ തിരിച്ച് അത് കൊണ്ടുവരാൻ പറ്റിയത്. അന്നേരം റിയലി അത് ഐ ഓപ്പണർ ആണ്. ആ കസ്റ്റമറെ എഗെയിൻ നമുക്ക് വീണ്ടും പോയി സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരമാണ്. അന്നേരം ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ നന്ദി സാർ, ഈ ഒരു വിലപ്പെട്ട സമയം വന്ന് സ്പെൻഡ് ചെയ്തതിനും. ഞങ്ങൾ അതിനകത്ത് ഒരു 5 മിനിറ്റ്സ് കൂടെ സംസാരിച്ച് ഞങ്ങൾ കോൾ വൈൻഡപ്പ് ചെയ്യും. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ ഫ്രണ്ട്സ്, സാറിന് മൂവി